ദൈവത്തിന് മാനവരാശിയെ ആവശ്യമാണ്. ദൈവം സൃഷ്ടിതാവാണ്. അവൻ സൂര്യനെ സൃഷ്ടിച്ചു. സൂര്യൻ അഗ്നിയാണ്. സൂര്യൻ വളരെ ചൂടേറിയതാണ്. സൂര്യന്റെ സമീപേ നമുക്ക് പോകുവാൻ കഴിയുന്നതല്ല. സൂര്യൻ അപ്രകാരം വളരെ ചൂടേറിയതാണെങ്കിൽ അതിനെ സൃഷ്ടിച്ചതായ ദൈവം എത്ര അഗ്നിമയനാണ്. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, പുറപ്പാട് പുസ്തകം 33 അധ്യായം 18 വാക്യം, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും എൻ്റെ മുഖ തേജസ് ദർശിക്കുവാൻ കഴിവുള്ളതല്ല. ദൈവം അഗ്നിയാണ്. മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങളാൽ അവനെ കാണുവാൻ കഴിവുള്ളതല്ല. അവൻ്റെ സമീപത്ത് അടുക്കൽ പോകുവാൻ പോലും കഴിവുള്ളതല്ല. ദൈവം അത്രമാത്രം പ്രകാശമുള്ളവനാണ്. അപ്രകാരം പ്രകാശപൂരിതനായ ദൈവത്തിന് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുവാൻ ആഗ്രഹിച്ചു. ആ ദൈവം മനുഷ്യനുമായി ഇഴുകിച്ചേരുവാനും ഒരുമിക്കുവാനും ആഗ്രഹിച്ചു. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവത്തിന് മനുഷ്യത്വത്തെ അഥവാ മനുഷ്യനെ ആവശ്യമുണ്ട്. ദൈവത്തിന് മനുഷ്യത്വമില്ല. മനുഷ്യൻ്റെ യാതൊരു മൂലകങ്ങളും ഉൾക്കൊള്ളാത്ത തേജസ്സേറിയ ദൈവത്തിന് മനുഷ്യരിലേക്ക് എങ്ങനെ പ്രവേശിക്കുവാനും അവനിൽ പ്രവർത്തിക്കുവാനും കഴിയും. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന് മനുഷ്യനെ ആവശ്യമുണ്ട്. അവൻ്റെ വ്യവസ്ഥ, അവൻ്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അവന് മനുഷ്യനെ ആവശ്യമുണ്ട്. യെശയ്യാവ് 57:15 അവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമവുമായുള്ളവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. പുറപ്പാട് 25:8 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇവിടെ ദൈവത്തിന് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ദൈവം മനുഷ്യരുടെ ഉള്ളിലേക്ക് താഴ്മ ധരിച്ചവനായി ആത്മാവായി പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ദൈവം പുറപ്പാട് 19:18 യഹോവ തീയിൽ സിനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. 1 തിമോഥെയോസ് 6:16 താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആർക്കും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. 1 തിമോഥെയോസ് 6:16 താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ദൈവം അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാകുന്നു. ഒരു മനുഷ്യനും അവനെ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യനിലേക്ക് പ്രവേശിക്കേണ്ടതിനും മനുഷ്യത്വവുമായി ഒന്നായി ചേരേണ്ടതിനും ദൈവത്തിന് ഒരു മനുഷ്യ ശരീരം എടുക്കേണ്ടതായി വന്നു. യെശയ്യാവ് 66:2 എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എഫെസ്യർ 2:22 അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. മനുഷ്യൻ മനുഷ്യത്വത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. മനുഷ്യൻ്റെ മനുഷ്യത്വം ദൈവത്തിൻ്റെ ദിവ്യത്വത്തിൽ നിന്ന് വരുന്നു. ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പൊടിയിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ചത് ശേഷം ദൈവം അവനിലേക്ക് ജീവശ്വാസം ഊതി എന്ന് നാം കണ്ടു. അപ്പോൾ മനുഷ്യൻ ഒരു ജീവനുള്ള ആളത്വമായി തീർന്നു എന്ന് നാം കാണുന്നു. അതിനാൽ മനുഷ്യൻ്റെ മനുഷ്യത്വം ദൈവത്തിൻ്റെ ദിവ്യത്വത്തിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് കാണാം. ഇയ്യോബ് 33:4 ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു.
മനുഷ്യന്റെ മനുഷ്യത്വത്തിലേക്ക് ആത്മാവായ ദൈവം കടന്നു വരുന്നു. ഉൽപ്പത്തി 2:9 കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അതിനാൽ ദൈവം സൃഷ്ടിച്ചവനായ ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം ജീവവൃക്ഷത്തിൻ്റെ മുൻപിൽ നിർത്തി. ഈ ജീവവൃക്ഷം എന്നത് ദൈവത്തിൻ്റെ ജീവനെ സൂചിപ്പിക്കുന്നു. അഥവാ ക്രിസ്തു ജീവനായി മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. മനുഷ്യൻ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതിനാൽ അഗ്നിയായ ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു എന്ന് നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. 12 ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. 14 മോശ പർവ്വതത്തിൽ നിന്നും ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രമലക്കുകയും ചെയ്തു. 16 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി. 18 യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. അഗ്നിമയനായ ദൈവത്തെ, മനുഷ്യർക്ക് അടുത്തുകൂടാൻ വഹിയാതെ വണ്ണം തേജസ്സിനെ വഹിക്കുന്നവനായ ദൈവത്തെ ഇവിടെ നാം കാണുവാൻ കഴിയുന്നു. ഇവിടെ അവൻ്റെ യഥാർത്ഥ ചിത്രം, അവൻ എത്ര തേജസ്സേറിയവനാണെന്നും അവൻ എപ്രകാരം ആയിരിക്കുന്നുവെന്നും അവൻ്റെ ഔന്നത്യം എന്തെന്നുമൊക്കെയും ഇതിനാൽ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് അടുത്തുകൂടാൻ വഹിയാതെ വണ്ണം തേജസ്സിനെ വഹിക്കുന്നവനായ ദൈവത്തെ ഇവിടെ നാം കാണുവാൻ കഴിയുന്നു. അവൻ്റെ യഥാർത്ഥ ചിത്രം, അവൻ എത്ര തേജസ്സേറിയവനാണെന്നും അവൻ എപ്രകാരം ആയിരിക്കുന്നുവെന്നും അവൻ്റെ ഔന്നത്യം എന്തെന്നുമൊക്കെയും ഇതിനാൽ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ വീണുപോയവനും മലിനപ്പെട്ടവനുമായി തീർന്നു. ഉൽപ്പത്തി 3:6 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്രകാരം ആദാമും ഹവ്വയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. ഉൽപ്പത്തി 6:3 അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ മനുഷ്യൻ ജഡമായി തീർന്നു എന്ന് നമുക്ക് കാണാം. മനുഷ്യനെ മനുഷ്യത്വത്തിൽ ദൈവം സൃഷ്ടിച്ചു, എന്നാൽ വീണുപോയതിനാൽ അവൻ ജഡമായി തീർന്നു. എന്നാൽ ഈ ദൈവം മനുഷ്യനെ സന്ദർശിക്കേണ്ടതിനായി അവൻ്റെ സമീപത്ത് വന്നു. ഉൽപ്പത്തി പുസ്തകം 18:2-3 അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൾ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ഇവിടെ അബ്രഹാമിൻ്റെ സമീപത്ത് 3 പുരുഷന്മാർ വന്ന് നിൽക്കുന്ന ഒരു വിഷയം നമുക്ക് കാണാം. അതിൽ ഒരാളെ അബ്രഹാം കർത്താവേ എന്ന് വിളിക്കുന്നതായി നമുക്ക് കാണാം. ഇത് യഹോവയായ ദൈവമായിരുന്നു. ദൈവം ക്രിസ്തുവിനായി ഒരു മനുഷ്യ ശരീരത്തെ ഉളവാക്കുകയും എപ്പോഴെല്ലാം താൻ ജനത്തിൻ്റെ അടുക്കൽ കടന്നു വന്നുവോ അപ്പോഴൊക്കെയും ഈ ശരീരത്തോടു കൂടിയാണ് ദൈവം മനുഷ്യൻ്റെ അടുക്കൽ കടന്നു വന്നിരുന്നത്. എബ്രായർ 10:5 ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നിശ്ചയിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. പുറപ്പാട് 3:2-3-4 അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അപ്പോൾ അവിടെ മോശ കണ്ടത് മുൾപ്പടർപ്പിൽ ദൈവത്തെയായിരുന്നു.
അവിടെ ദൈവം ഒരു മനുഷ്യനോടെന്ന പോലെയാണ് മോശയോട് ഇടപെട്ടത്. എന്നാൽ അഗ്നിസമനായ ഒരു ദൈവത്തെ മോശ അവിടെ കണ്ടിരുന്നെങ്കിൽ മോശ ഭയപ്പെടുമായിരുന്നു. മോശ കണ്ടു, ദൈവം സംസാരിച്ചു. യഹോവയുടെ ദൂതൻ, യഹോവ, ദൈവം, ഇവർ മൂവരും ഒന്നാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അഥവാ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഈ യഹോവയുടെ ദൂതൻ ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചു. സംഖ്യാപുസ്തകം 22 അധ്യായം 31 വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എബ്രായർ 11:24-25. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമായി കാണാം. ക്രിസ്തുവിൻ്റെ നിന്ന സഹിക്കുക എന്നുള്ളത് പഴയ നിയമത്തോടനുബന്ധിച്ചിട്ടുള്ള വിഷയത്തിന്മേൽ. കർത്താവായ യേശു സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യനോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം അവൻ മനുഷ്യരൂപമെടുത്തു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് ജഡമായി തീർന്നത്. ഈ വചനമാണ് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത്. വചനം മനുഷ്യത്വത്തെ എടുത്തു അഥവാ മനുഷ്യരൂപമെടുത്തു. റോമർ 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. മലിനമാക്കപ്പെട്ട മനുഷ്യനിൽ പാപമുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ പാപമില്ലാത്തവനായി ജനിച്ചു. അപ്രകാരം അവൻ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിൽ പാപമില്ലാത്ത ഒരു സൃഷ്ടിയായിരുന്നു. പാപമില്ലാത്തതായ മനുഷ്യത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായ അഥവാ ജനിച്ചവനായ യേശുക്രിസ്തുവിന് പാപമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യത്വമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 20 വാക്യം ബി, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. 2 കൊരിന്ത്യർ 5:21 പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവിൻ്റെ ജഡാവതാരം എന്ന് പറയുന്നത് ഒരു മാതാവായിരുന്നു. അത് അവന് മനുഷ്യത്വത്തിൻ്റെ ഒരു കിരീടം പ്രദാനം ചെയ്യുകയായിരുന്നു ചെയ്തത്. ഉത്തമഗീതം 3:11 സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമേൻ. ഇത് ശലോമോനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ശലോമോൻ ക്രിസ്തുവിന് മുൻകുറിയായിരുന്നു. കർത്താവ് ഒരു അടിമയുടെ വേഷം ധരിച്ചു. മനുഷ്യനായി തീർന്നുകൊണ്ട് ആണ് അവനത് ചെയ്തത്. കർത്താവ് മനുഷ്യനായി തീർന്നുകൊണ്ട് ഒരു അടിമയുടെ വേഷം ധരിച്ചു. ദൈവത്തിന് തുല്യനായിരുന്ന ക്രിസ്തു തൻ്റെ ആ സ്ഥാനം വെടിഞ്ഞ് താണുവന്ന് മനുഷ്യരൂപം അഥവാ ദാസരൂപം എടുക്കുവാനിടയായി തീർന്നു. പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ ഈ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യത്വം ഉയർത്തപ്പെടുകയും പുനരുത്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ക്രിസ്തുവിൻ്റെ മനുഷ്യജീവൻ ശുദ്ധീകരിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് ദിവ്യത്വത്തിലായിത്തീരുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 13:32 ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 2 സങ്കീർത്തനം 7 വാക്യം ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവ് കല്ലറയ്ക്കുള്ളിലല്ല തൻ്റെ മനുഷ്യത്വത്തെ വെടിഞ്ഞത്. താൻ അവിടെ കല്ലറയിൽ മനുഷ്യത്വത്തെയോ മനുഷ്യ ശരീരത്തെയോ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് താൻ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈ ഉയർത്തപ്പെട്ട മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്വത്തിൻ്റെ ഭാഗമായി തീർന്നു.
കർത്താവ് ജഡാവതാരം ചെയ്ത് ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ താൻ ഒരിക്കലും തൻ്റെ മനുഷ്യത്വം ഒരിക്കലും ദൈവത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലായിരുന്നു. അത് നമ്മൾ ധരിച്ചിരിക്കുന്നതായ ഒരു ഉടുപ്പ് പോലെയാണ്. ഈ കുപ്പായം തന്നിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ ദിവ്യത്വം മാത്രമേ തന്നിൽ നിന്ന് ഉയർത്തപ്പെടുകയുള്ളായിരുന്നു. എന്നാൽ അത് അതുപോലെ ആയിരുന്നില്ല. അവൻ്റെ മനുഷ്യത്വം ശുദ്ധീകരിക്കുകയും രൂപാന്തരപ്പെടുകയും ഉയർത്തപ്പെടുകയുമാണ് ചെയ്തത്. അവൻ ദൈവപുത്രൻ്റെ പൂർണ്ണ ഭാഗമായി തീർന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. അപ്പോൾ പുനരുത്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്രകാരം തന്നെയാണ് അവൻ്റെ മനുഷ്യത്വവും ഉയർത്തപ്പെട്ടു എന്ന് നാം കാണേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 2:36 ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇതിനു മുൻപ് ദിവ്യത്വത്തിൽ അവൻ കർത്താവായിരുന്നു, ദിവ്യത്വത്തിൽ അവൻ ക്രിസ്തുവായിരുന്നു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ കർത്താവുമായിരുന്നു. ഉയർത്തപ്പെട്ടതായ ഈ മനുഷ്യത്വത്തിൽ ഉള്ള കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ ക്രിസ്തു തൻ്റെ ഉയർത്തപ്പെട്ടതായ മനുഷ്യത്വത്തിൽ ക്രിസ്തുവായി ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നോട് സംസാരിച്ച നാദം എന്തു എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 56-ാം വാക്യം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് സ്തെഫാനോസ് കണ്ട ദർശനമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തപ്പെട്ട മനുഷ്യത്വത്തിലൂടെ മാത്രമേ അഗ്നിമയനായ ദൈവത്തിന് തൻ്റെ വ്യവസ്ഥ നിറവേറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. യോഹന്നാൻ 14:6 യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നുവെന്ന്. യോഹന്നാൻ 14:20 ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. ആ ദിവസം എന്നുദ്ദേശിക്കുന്നത് പുനരുത്ഥാന ദിവസത്തെക്കുറിച്ചായിരുന്നു. പുനരുത്ഥാന ദിവസത്തിൽ യേശുക്രിസ്തു പിതാവിലായിരുന്നു, നാം യേശുക്രിസ്തുവിലുമായിരുന്നു. അപ്രകാരം യേശുക്രിസ്തുവിൽ കൂടെ നാം പിതാവിലുമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെയാണ് ദിവ്യ പകർച്ച നമ്മൾക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-46 വാക്യങ്ങൾ, പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഈ വസ്ത്രമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. ശക്തി ദിവ്യത്വത്തിൽ നിന്നുമാണ് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സ്പർശിച്ചപ്പോൾ ദിവ്യത്വത്തിൽ നിന്നായിരുന്നു ശക്തി പുറപ്പെട്ടത്. യോഹന്നാൻ 1:51 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. ഇത് യാക്കോബ് കണ്ട ഗോവണിക്ക് സമമായിരുന്നു. യാക്കോബ് കണ്ട സ്വപ്നത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു എന്ന് നാം പറയുന്നു. ആ ഗോവണി ക്രിസ്തുവായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അഥവാ ഈ മനുഷ്യപുത്രനിലൂടെ മാത്രമാണ് സ്വർഗത്തിനും നമുക്കുമിടയിൽ ഒരു പ്രസരണം നടക്കുന്നത്. ഈ ഗോവണിയുടെ ഒരറ്റം നമ്മുടെ ആത്മാവിലും ഇതിൻ്റെ മറ്റേ അറ്റം സ്വർഗത്തിലുമാണ്. ഈ ഗോവണി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു. ഈ ഗോവണി മുഖാന്തരം ദിവ്യത്വത്തെ നമ്മുടെ ആത്മാവിലേക്ക് പ്രസരിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഈ മനുഷ്യത്വത്തിലൂടെയാണ് നമുക്ക് പിതാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതും പിതാവിന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതും. യോഹന്നാൻ 10:38 ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ വസിക്കുന്നു. യേശു ക്രിസ്തു അപ്രകാരം തന്നെ തൻ്റെ മനുഷ്യത്വത്തിൽ പിതാവിലും വസിക്കുന്നു. യോഹന്നാൻ 14:20 ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും
ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെ മാത്രമേ അഗ്നിമയനായ ദൈവത്തിന് നമ്മിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെ മാത്രമേ നമുക്ക് അഗ്നിമയനായ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ ദൈവത്തിന് മനുഷ്യത്വം ആവശ്യമാണെന്നും ഇത് യേശുക്രിസ്തുവിനാൽ സാധ്യമാക്കുകയും ചെയ്തുവെന്ന് നാം അറിയണം. ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് ഉയർത്തപ്പെട്ടതായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതും നമ്മിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.